तान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते महाविष्णु गोस्वामिन् इति नामिने। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम രാമ രാമ പതഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം അനർപ്പിത ചരീഞ്ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദരദ്യുതി കദംബ സന്ദീപിതഃ സദാ ഹൃദയ കന്തരേ സ്ഫുരതു വാ സച്ചിനന്ദനാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് നമ്മള് നാളെ നരസിംഹ ജയന്തിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നരസിംഹമൂർത്തിയുടെ അവതാരത്തെ കുറിച്ച് പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് നാമം ജപിക്കാം. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ
Krishna Krishna Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaurya Bhakta Vrinda Hare Krishna എല്ലാവർക്കും ഒരു തവണയും കൂടെ പ്രണാമം. നമ്മള് ഈ നാമം ജപിക്കുമ്പോഴ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴ്
നമ്മൾ കൃഷ്ണനെ ഓർത്തോണ്ട് വേണം ജപിക്കാൻ. നമ്മൾ എല്ലാ നേരവും 24 hours നമ്മൾ കൃഷ്ണനെ ഓർമ്മിക്കണം എന്നാണ് പറഞ്ഞിട്ട്. അത് എങ്ങനെ ഒരു കുട്ടിക്ക് ഭയം, നമ്മൾ ഭയപ്പെടുത്തും അല്ലെ കുട്ടിയെ. ഒരു തീയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഭയപ്പെടുത്തും, ഇത് പറയും തീയുടെ അടുത്ത് പോകല്ലെന്ന്. ആ ഒരു ഭയം ആവശ്യമുള്ള ഒരു ഭയമാണ് അല്ലേ, അതൊരു ആരോഗ്യകരമായ ഒരു ഭയമാണ് ആ കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ ഒരു ആരോഗ്യകരമായ ഒരു ഭയം ഉള്ളത് നല്ലതാണ് നമുക്ക് സ്പിരിച്വലി ഗ്രോ ചെയ്യാനും, നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി വരാനും അത് ആവശ്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ അതൊരു അത്യാവശ്യമാണ്. കൃഷ്ണൻ അത് കേൾക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമുക്ക് ഈ ലോകത്തുനിന്ന്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലോട്ട് പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ നരകിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം. പറയുന്നത് ഏന പ്രകാരേണ മന കൃഷ്ണ നിവേശയത്തെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും പ്രകാരം, ഹൗഎവർ, ഏതെങ്കിലും വഴി കൂടെ നമ്മൾ കൃഷ്ണനെ എപ്പോഴും ഓർക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു അടിയന്തര സ്ഥിതിയിലാണ് നമ്മളിപ്പം. അതിനൊരു എക്സാമ്പിളായിട്ട് ഒരു ക്ലിഫ് എന്ന് പറഞ്ഞാൽ അറിയാമോ, ഒരു മലയുടെ മുകളിൽ നമ്മളുടെ കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അത് ആ ഒരൊറ്റ വീഴ്ചയിൽ അങ്ങ് താഴെ പോകും. അതുപോലത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പം നമുക്കാകെ ഒരു ഭയമാണ് അല്ലേ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും ഇപ്പോഴ്. ഈ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഭൗതിക ഈ മരണ ജനന ഈ ചക്രത്തിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനൊരു എൻഡില്ല. നമ്മളിങ്ങനെ ഒരു ജന്മം കഴിഞ്ഞ അടുത്ത ജന്മം, അപ്പോഴും നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു, കുറെ പാപകർമ്മങ്ങളും കുറെ പുണ്യകർമ്മങ്ങളും ചെയ്യുന്നു. അതിൻ്റെ ഫലം ഇനി അടുത്ത ജന്മം, അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനായിട്ട് തന്നെ ആവണം എന്നില്ല. 84 ലക്ഷം യോനികളുണ്ട്, അത്രയും സ്പീഷീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ജന്മമായിരിക്കും നമുക്കിനി അടുത്തത് കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയില് നമ്മള് ഭഗവാന്റെ അടുക്ക കരയാണ്. നമ്മൾ ഈ നാമം ജപിക്കുന്ന, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭഗവാന്റെ അടുക്ക ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ, ഇത് വേണം എൻ്റെ ലാസ്റ്റ് ജന്മം എന്ന് പറയുകയാണ് വേണ്ടത്. അപ്പൊ അത്രയും ഒരു അർജൻസിയിൽ വേണം നമ്മൾ നാമം ജപിക്കാൻ. അതിൻ്റെ ഇടയിൽ വേറെ വർത്താനം പറയുക, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ കോൺസെൻട്രേഷനോടെ നമ്മൾ നാമം ജപിക്കണം. എന്നാലേ നമ്മൾക്ക് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളുടെ ഒരു എക്സിറ്റ് ആണ് ഈ ഹ്യൂമൻ ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മനുഷ്യ ജന്മ ഉള്ളപ്പോഴേ നമുക്ക് ഈ ഒരു ലോകത്തിൽ, ഈ ചക്രത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു പട്ടിയാണേലും പൂച്ചയാണെങ്കിലും അവർക്കൊന്നും ആ അവബോധമില്ല. കൃഷ്ണനെ ഭജിക്കാനും ഈ ലോകത്തുനിന്ന് പോകണം എന്നും ഒന്നും അവർക്കില്ല. ഈ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു അവബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ജന്മം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞും അങ്ങനെയൊന്നും കളയാൻ പാടില്ല. വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടും ഒന്നും ഇരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാറ് നമ്മള് ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് എപ്പോ വേണമെങ്കിലും താഴോട്ടേക്ക് അങ്ങ് വീഴാം. ഒരു വലിയൊരു എന്താ ക്ലിഫ് എന്ന് പറഞ്ഞ മലയാളത്തില് എന്താ പറയാ, മലഞ്ചെരിവെന്ന് പറയുന്നല്ല, അത് ഒറ്റ ഒരു അടിയിലോട്ട് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ എറണാകുളത്തൊക്കെ പോകുന്ന വഴിക്ക് കാണാം, ഈ മലയൊക്കെ മുറിച്ച് അവര് മണ്ണ് എടുക്കാൻ വേണ്ടി മുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ്
ആയിട്ട് മുറിക്കുന്നത്. അപ്പൊ ആ മോളിൽ നിന്ന് വീണാൽ അത് ചെരിവിൽ കൂടി ഇങ്ങനെ വീഴുകയല്ല, ഒറ്റ ഡും അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുക, നമ്മൾ ഒരു കാറിലിരിക്കുക, ആ കാർ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കുക, ഇനിയുള്ളത് അത് നേരെ കീഴോട്ടേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കാറിൽ ഇരിക്കുന്ന ആളെടുത്ത് ചാടുക, അതേ ഉള്ളൂ നിവൃത്തി അല്ലേ. അതുപോലെ നമ്മൾക്ക് ആകെ ആശ്രയം ഭഗവാനാണ്. ആ ഭഗവാനിൽ എത്തണമെങ്കിൽ നമുക്ക് തിരുനാമങ്ങളേ ഉള്ളൂ, ഭഗവാന്റെ തിരുനാമങ്ങളേ ഉള്ളൂ നമുക്ക് ആശ്രയം. അത് ഓർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും നാമം ജപിക്കാൻ. എന്നിട്ട് ഭഗവാന്റെ അടുക്കൽ നമ്മൾ കേണ് പറയുകയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇത് മതിയായി, ഈ ഒരു ജീവിതം മതിയായി, ഇനി ഞങ്ങളെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോവുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. നാളെ നരസിംഹ ജയന്തിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് നരസിംഹ അവതാരത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഹിരണ്യകശിപു എന്ന് പറഞ്ഞ് 2 ബ്രദേഴ്സ് ആയിരുന്നു, 2 അസുരന്മാര്, ഹിരണ്യാക്ഷയും ഹിരണ്യശിപു. അവര് കശ്യപന്റെയും ദിതിയുടെയും മക്കളായിരുന്നു. അപ്പൊ ഹിരണ്യാക്ഷയെ ഭഗവാൻ വരാഹ അവതാരം എടുത്തപ്പോ ഹിരണ്യാക്ഷയെ കൊന്നു. ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് വരാഹ അവതാരം എടുത്തത്. അപ്പൊ വരാഹ അവതാരം എടുത്ത് ഭൂമി പാതാളത്ത് വരെ ഹരേ കൃഷ്ണ, മ്യൂട്ടാക്കണേ എല്ലാരും. അപ്പൊ ഈ വരാഹ അവതാരം എടുത്തപ്പോഴ് ഭൂമി ഇങ്ങനെ ഈ ഗർഭോദക ഓഷനിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം വരാഹ അവതാരം എടുത്തിട്ട് ഭൂമിയെ പൊക്കി കൊണ്ടുവരുമ്പം ഹിരണ്യാക്ഷ ഭഗവാനെ തടയാൻ നോക്കി. എന്നിട്ട് കുറെ ചീത്ത വാക്കുകളുമൊക്കെ പറയുമ്പം ഭഗവാനെ ഭൂമിയെ കൊണ്ടും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഹിരണ്യാക്ഷയായിട്ട് ഫൈറ്റ് ചെയ്ത് ഹിരണ്യാക്ഷയെ കൊല്ലും. അപ്പൊ ഹിരണ്യകശിപു ബ്രദറാണ് ഹിരണ്യാക്ഷയുടെ. അപ്പൊ ഹിരണ്യകശിപുവിന് ഭയങ്കര ദേഷ്യം വരും, വിഷ്ണുവിനോട് ഭയങ്കര ഒരു റിവെഞ്ച് വരും. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതികാരം എടുക്കണം എന്ന് തോന്നും. അപ്പൊ ഹിരണ്യാക്ഷ അതിനു വേണ്ടി തപസ് ചെയ്യും, കുറേ നാള് തപസ് ചെയ്യും. തപസ് ചെയ്യുന്ന ആരെയാണ്? ബ്രഹ്മാവിനെ. എന്നിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുമ്പോഴ് ബ്രഹ്മാവിൻ്റെ അടുക്ക പറയും, എനിക്ക് മരണമില്ലാതെ, എനിക്ക് എപ്പോഴും മരണമേ ഇല്ലാതെ ഉള്ള ജീവിതം തരണം എന്ന് പറയും. അപ്പൊ ബ്രഹ്മാവ് പറയും, എനിക്ക് പോലും മരണമുണ്ട്, അപ്പൊ പിന്നെ എനിക്കെങ്ങനെ നിനക്ക് അങ്ങനത്തെ ഒരു വരം തരാൻ പറ്റും? അത് പറ്റില്ല എന്ന് പറയും. അപ്പം ഹിരണ്യകശിപു എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു റൗണ്ട് അബൌട്ട് വേയില് എന്നാ ആർക്കും കൊല്ലാൻ പറ്റാത്ത പോലത്തെ വരം ചോദിക്കും. അതെന്നാന്ന് വെച്ചാൽ എന്നെ മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, എന്നെ വീട്ടിൻ്റെ അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, വീട്ടിൻ്റെ പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, എന്നെ ഭൂമിയിൽ നിലത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ഒരു ആയുധങ്ങൾ വെച്ച് കൊല്ലാൻ പാടില്ല, പകല് കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, അങ്ങനെ കുറെ ക്ലോസസ് ഒക്കെ അതൊക്കെ ചോദിക്കും, ആ വരങ്ങൾ ചോദിക്കും. അപ്പം ബ്രഹ്മാവ് അതെല്ലാം കൊടുക്കും. അപ്പോഴത്തേക്ക് ഹിരണ്യാക്ഷയ്ക്ക് ഭയങ്കര അഹങ്കാരമായി. അപ്പൊ ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല, മനുഷ്യനും മൃഗത്തിനും ദേവന്മാർക്കും ആർക്കും കൊല്ലാൻ പറ്റില്ല, എന്നെ ആയുധം വെച്ച് കൊല്ലാൻ പറ്റില്ല, രാത്രി കൊല്ലാൻ പറ്റില്ല, പകല് കൊല്ലാൻ പറ്റില്ല, വീട്ടിൻ്റെ അകത്ത് വീട്ടിൻ്റെ വെളിയില് ഒരിടത്തും കൊല്ലാൻ പറ്റില്ല. അപ്പം ഹിരണ്യകശിപു വിചാരിച്ചു ഞാൻ സേഫായി, ആർക്കും എന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല എന്ന്. അപ്പോഴത്തേക്കും അഹങ്കാരം കൂടി, എന്നിട്ട് ഈ 14 ലോകങ്ങളെയും കീഴടക്കി. എന്നിട്ട് ഈ ദേവന്മാർക്ക് ഇന്ദ്രയ്ക്ക് ഉള്ള ആയുധം എന്താണ്? വജ്രായുധം അല്ലെ. ഈ വജ്രായുധത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഹിരണ്യകശിപുവിനെ. എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ വരമാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ദേവന്മാർക്കും പേടിയാണ്.
ഹിരണ്യകശിപു ഒന്ന് പുരിയമൊന്ന് ചുളിച്ചാൽ മതി, അവർക്ക് ഭയങ്കര ഭയമാകും. എന്നിട്ട് ദേവന്മാരെന്ത് ചെയ്യും? ഈ പറയുന്നത് സൂര്യനെയും ചന്ദ്രനും ഒക്കെ എപ്പോ ഉദിക്കണം, എവിടെ ഉദിക്കണം, ഇതെല്ലാം തീരുമാനിച്ചത് ഹിരണ്യകശിപുവായിരുന്നു. അവരെ എല്ലാം കൺട്രോൾ ചെയ്തത് ഹിരണ്യകശിപുവായിരുന്നു. അഗ്നിയെ, എല്ലാ ദേവന്മാരെ. എന്നിട്ട് ദേവന്മാര് എങ്ങനെയാ ഒളിച്ചിരുന്നതെന്നറിയാമോ? അവര് ഭൂമിയിൽ വന്ന് ഈ മനുഷ്യരുടെ ഇടയില് അപ്പം മനുഷ്യര് കുറെ ഉണ്ടല്ലോ, അപ്പം മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചാല് അങ്ങനെ ഹൈഡ് ചെയ്യാൻ ഹിരണ്യശിബുവിന് കാണാൻ പറ്റാത്ത പോലെ ഈ കുറെ ജനങ്ങളുടെ ഇടയിൽ ഇവരിങ്ങനെ നടക്കുമായിരുന്നു ഈ ദേവന്മാര്. അങ്ങനെ അവര് ഈ ഹിരണ്യകശിപുവിനെ പേടിച്ച് ജീവിക്കായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അപ്പൊ ലോകം മുഴുവനും, ഈ 14 ലോകങ്ങളും ഹിരണ്യകശിപു കീഴടക്കി. എന്നിട്ട് ഈ തപസ്സിന് പോയ സമയത്ത് ദേവന്മാരെന്ത് ചെയ്തു എന്ന് വെച്ചാല്, ആ ഹിരണ്യകശിപുവിന്റെ പാലസിൽ വന്നിട്ട് കയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ വൈഫാണ്, ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ വലിച്ചെടുത്തോണ്ട് പോകും. എന്താന്ന് വെച്ചാല് അവര് ഗർഭിണിയായിരുന്നു. അപ്പൊ ആ കുഞ്ഞും ഇനി ഹിരണ്യകശിപുവിനെ പോലെ തന്നെ ഒരു അസുരനായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിനെ കൊല്ലാൻ എന്നുള്ള ഉദ്ദേശത്തില് ഇന്ദ്രനും ബാക്കി ദേവന്മാരും ഈ കയാതുവിനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഈ പിടിച്ചോണ്ട് പോകുന്ന വഴിക്ക് നാരദ മുനി കാണും. അപ്പൊ നാരദ മുനി പറയും, എന്താ നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞപ്പോ ഇതാണ് റീസൺ എന്ന് പറയും. അപ്പൊ നാരദ മുനി പറയും, ആ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് വിഷ്ണു ഭഗവാന്റെ വലിയൊരു ഭക്തനായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ പറയും. അങ്ങനെ കയാതുവിനെ നാരദമുനിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ അവിടെ നിർത്തും. അപ്പൊ എല്ലാ ദിവസവും നാരദമുനി ഇങ്ങനെ ഓരോ ആത്മീയതയെക്കുറിച്ച്, ഓരോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ ഭഗവാന്റെ ലീലകളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം വയറ്റിലിരിക്കുന്ന കുഞ്ഞ് കേട്ടോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വിഷ്ണു ഭഗവാന്റെ വലിയ ഒരു ഭക്തനായി മാറി. ആ കുഞ്ഞാണ് പ്രഹ്ലാദ്. അപ്പൊ പിന്നെ കയാതു ഒരു ചോദിച്ചിരുന്നു, ഒരു അനുഗ്രഹം ചോദിച്ചിരുന്നു. എൻ്റെ കുഞ്ഞ് ഹിരണ്യകശിപു വന്നു കഴിഞ്ഞിട്ടേ ഞാൻ പ്രസവിക്കാവുള്ളൂ എന്ന്. അങ്ങനെ ഹിരണ്യകശിപു തപസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞുണ്ടായത്. എൻ്റെ ഹിരണ്യകശിപുവിന് വലിയ ഇഷ്ടമായിരുന്നു പ്രഹ്ലാദിനെ. ആദ്യം ഈ കൊച്ചു കുട്ടിയായിരിക്കുമ്പോ 5 വയസ്സൊക്കെ ഉള്ളപ്പം മടിയിൽ ഇങ്ങനെ പിടിച്ചിരുത്തി ചോദിക്കും, എന്തൊക്കെ സ്കൂളിൽ പഠിച്ചു എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ അച്ഛനമ്മമാര് അങ്ങനെ ചോദിക്കാറില്ലേ, എന്തൊക്കെ സ്കൂളിൽ പഠിച്ചു ഇന്ന് എന്നൊക്കെ? അതുപോലെ മടിയിലിരുത്തി ചോദിക്കും, എന്ത് പഠിച്ചു ഇന്ന്? അപ്പം പ്രഹ്ലാദ് പറയും, വിഷ്ണു ഭഗവാനാണ് ഏറ്റവും വലുത്, നമ്മള് എല്ലാം കൃഷ്ണന്റെ ഒരു അംശം മാത്രമാണ്. നമ്മള് എല്ലാവരും ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഹിരണ്യകശിപുവിനും ഭയങ്കര അതിശയം വരും, ഇതൊക്കെയാണോ നിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനെ വിളിക്കും. ടീച്ചറിന്റെ പേരാണ് ഷണ്ടനും അമർക്കയും. ഷണ്ടൻ എന്നാണെന്ന് തോന്നുന്നു. ഷണ്ടനും അമർക്കയുമാണ് ടീച്ചേഴ്സ്. അപ്പൊ അവരെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ? ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ചൊക്കെയാണോ? വിഷ്ണു ആണെങ്കിൽ ഈ ഹിരണ്യകശിപുവിന്റെ ഏറ്റവും വലിയ എനിമിയാണ് അല്ലെ. ഈ ഭൂണൊക്കെ എന്തിനാ ചോദിച്ചത് ബ്രഹ്മാവിന്റെ അടുക്കല്? എന്താന്ന് വെച്ചാല് ഉദ്ദേശിച്ചത് ഈ ബ്രാഹ്മണന്മാരെ എങ്ങനെയെങ്കിലും അവരുടെ പവർ കുറയ്ക്കണം, അവരെ കൊല്ലണം. ബ്രാഹ്മണരെല്ലാം ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ യജ്ഞം ചെയ്യുമ്പോ അതില്
മൂത്രവും എല്ലാം ഇട്ട് ചോരയും എല്ലാം ഇട്ട് അവരുടെ യജ്ഞമൊക്കെ നശിപ്പിക്കും. എന്താന്ന് വെച്ചാൽ ഹിരണ്യശിബു വിചാരിക്കുന്നത് വിഷ്ണു ജീവിക്കുന്നത്, വിഷ്ണു ആഹാരം കഴിക്കുന്ന ഈ യജ്ഞത്തിൽ നിന്നുള്ള ആഹാരമാണ് വിഷ്ണു കഴിക്കുന്നത്. അപ്പൊ യജ്ഞങ്ങളൊന്നും നടക്കില്ലെങ്കിൽ വിഷ്ണു ഒന്നും കഴിക്കാതെ ചുളുങ്ങി വീക്കായി എൻ്റെ മുമ്പിൽ വരും, അപ്പൊ ഞാൻ അവനെ കൊല്ലും എന്നൊക്കെയാണ് ഹിരണ്യശിബുവിന്റെ വിചാരം. അല്ലാതെ വിഷ്ണു ആണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്, ഭഗവാനാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ അതുപോലെ ഇങ്ങനെ ഈ ബ്രാഹ്മണരെ എല്ലാം കൊല്ലും, അവരെ യജ്ഞം ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ കുറെ അട്രോസിറ്റീസ് ചെയ്യുമായിരുന്നു, അങ്ങനത്തെ കുറെ ഉപദ്രവങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് വിഷ്ണു അത്രയും വലിയ എനിമിയായിട്ട് സ്വന്തം മകൻ വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു. അപ്പൊ ഹിരണ്യശിബു ആണ് എല്ലാവർക്കും പറയും, എന്നെ വേണം നിങ്ങൾ എല്ലാവരും ഭജിക്കാന്, എന്നെ വേണം വർഷിപ്പിക്കാന്, ഹിരണ്യകശിബു നമഃ എന്ന് വേണം പറയാന് എന്നാണ് പറയുന്നത്. എന്നിട്ട് സ്വന്തം മകനെ എതിർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ ഒബീഡിയന്റ് ആണ് ഈ കുട്ടി. അച്ഛനോട് വളരെ ഒബീഡിയന്റ് ആണ്. പക്ഷെ പറയുന്നത് വിഷ്ണു ഭഗവാനാണ് ഏറ്റവും വലുത്, അല്ലാതെ എന്നിട്ട് ഹിരണ്യശിബുവിന്റെ അടുക്ക പറയും, ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതിന് പകരം കാട്ടിപ്പോയി തപസ് ചെയ്യണം, അതിലാണ് ഒരാളുടെ പുരോഗതി ഇരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഷണ്ടനെയും അമർക്കനെയും വിളിച്ചിട്ട് പറയും, ഇതാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ പറയും, അല്ല, ഞങ്ങൾ ഇതല്ല പഠിപ്പിക്കുന്നത്, ഇനി ഞങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കാം എന്ന് പറയും. എന്നിട്ട് അവര് ഓരോന്ന് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അതൊന്നും ഈ പ്രഹ്ലാദന് കേൾക്കണ്ട. പ്രഹ്ലാദന് ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് അടുത്തുള്ള കൂട്ടുകാരെ, സ്കൂളിലെ കൂട്ടുകാരുടെ അടുക്കലേക്ക് അവരെയൊക്കെ വിളിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ജപിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊക്കെ കൊച്ചു പിള്ളേരല്ലേ, അവരൊക്കെ വിഷ്ണുവിനെ ആരാധിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴത്തേക്കും ഈ ടീച്ചേഴ്സിന് ഭയങ്കര പേടിയായി. എന്നിട്ട് അവര് ചെന്ന് ഹിരണ്യശിബുവിന്റെ അടുക്ക പറയും, ഇങ്ങനെ എല്ലാരെയും കൂടി മനസ്സ് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവനെ വിലക്കണം എന്ന് പറയും. അപ്പം ഈ ഹിരണ്യകശിബു ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് കുറേ തരത്തില് ഈ പ്രഹ്ലാദിനെ കൊല്ലാൻ നോക്കും. ഒരു മൗണ്ടനിൽ നിന്ന്, ഒരു മലയിൽ മുകളിൽ നിന്ന് താഴെ ഇടും, പിന്നെ ആനകളെ കൊണ്ട് ചവിട്ടിപ്പിക്കും, പിന്നെ തീയിലിടും, പിന്നെ കുറേ പാമ്പുകളുള്ളിടത്ത് ഇടും, പാമ്പുകളുള്ള ഒരു കുഴിക്കകത്ത് ഇടും. അങ്ങനെ കുറേ ഉപദ്രവങ്ങൾ ചെയ്യും. വെപ്പൻസ് ഒക്കെ കുറേ ആയുധങ്ങൾ വെച്ച് കൊല്ലാൻ നോക്കും. ഇതൊക്കെ ചെയ്തിട്ട് പ്രഹ്ലാദ് ഒന്നും മിണ്ടില്ല, വെറുതെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാ പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിക്കുന്നില്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്യാമോ എന്നൊന്നും ചോദിക്കുന്നില്ല. അതാണ് ഭഗവാന് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നടന്നോട്ടെ. അത്ര ഫെയ്ത്ത് ആയിരുന്നു, അത്ര വിശ്വാസമായിരുന്നു ഭഗവാനെ. അത് കാരണം ഭഗവാന്റെ അടുക്ക ഒന്നും ചോദിക്കില്ല, അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കും. എന്നാ അച്ഛനോട് ദേഷ്യമോ ഒന്നുമില്ല. അച്ഛനെ കാണുമ്പൊക്കെ അച്ഛനെ ഗുണദോഷിക്കാൻ നോക്കും. അച്ഛൻ്റെ അടുക്ക ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഭഗവാനാണ് ഏറ്റവും വലുത്, നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്, ഭഗവാന്റെ അടുക്ക ദേഷ്യപ്പെടുകയല്ല വേണ്ടത് എന്നൊക്കെ പറയുകയേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയായി ഇപ്പൊ കൂട്ടുകാരെയും കൂടി മനം മാറ്റുന്നു എന്ന് കണ്ടപ്പം ഭയങ്കര ദേഷ്യം വരും ഹിരണ്യശിബുവിന്. എന്നിട്ട് ഞാൻ തന്നെ ഇവനെ കൊല്ലാൻ പോവാണ് എന്നും പറഞ്ഞു ഒരു വാളൊക്കെ എടുക്കും. എന്നിട്ട് പറയും, നിന്റെ ഭഗവാൻ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇവിടെ എല്ലായിടവും ഉണ്ടോ എന്ന് പറയും. അപ്പൊ പറയും, എല്ലായിടവും ഉണ്ട്. ഈ എല്ലായിടവും ഓൾ പെർവെയ്ഡിങ് ആണ്. ഓൾ പെർവെയ്ഡിങ് എന്ന് വെച്ചാല് എല്ലായിടവും ഈ പരന്ന് ഇരിപ്പുണ്ട്, ഭഗവാൻ എല്ലായിടവും ഉണ്ടെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഈ തൂണിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തൂണ് കാണിക്കും. ഉണ്ട് എന്നും പറയും.
അപ്പൊ ആ വാളെടുത്ത് ആ തൂണിൽ ഒരൊറ്റ അടിയടിക്കും. അപ്പോഴത്തേക്ക് ഒരു ഭയങ്കര അലർച്ച കേൾക്കും. എന്നിട്ട് ഈ അലർച്ച കേൾക്കുമ്പം എല്ലാവരും 14 ലോകത്തുള്ള ആൾക്കാരും പേടിക്കും. അത്ര വലിയ ഒച്ചയായിരുന്നു അത്. ഇതുവരെയും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം. അത് ഒരു മൃഗങ്ങളുടെ മനുഷ്യർക്കോ ഒന്നുമില്ലാത്തൊരു ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നരസിംഹമൂർത്തി ആ തൂണിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ വിചാരിക്കും ഇതെന്തൊരു സത്വമാണ്, മനുഷ്യനുമല്ല മൃഗവുമല്ല. ഒരു സിംഹത്തിന്റെ രൂപമുണ്ട്, മോൾഭാഗം സിംഹത്തിനെ പോലെ, താഴെ മനുഷ്യനെ പോലെ, അങ്ങനത്തെ ഒരു രൂപത്തിലാണ് വന്നത്. അപ്പൊ അതിശയിക്കും. എന്നിട്ട് വിചാരിക്കും ഓ എന്തെങ്കിലും മാജിക് കാണിക്കുന്നതായിരിക്കും. ഈ അസുരന്മാർക്കും ഉണ്ട് ഇങ്ങനെ ഓരോ മാജിക്. അവര് ഓരോ ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്യും, അവര് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും, ചിലപ്പം കാണാതാകും. അങ്ങനെയൊക്കെ നമ്മൾ രാവണന്റെ വോറിലൊക്കെ കണ്ടിട്ടുണ്ട്. രാവണന്റെ മകനൊക്കെ കാണാതാകും. എന്നിട്ട് കാണാതായിട്ട് വില്ലൊക്കെ അയക്കും. അതുപോലെ എങ്ങാണ്ടോ ആണ് എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു മാജിക് ഫോം കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വെപ്പനൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവരറിയുന്നില്ല എത്ര പവർഫുൾ ആണ് ഭഗവാൻ എന്നുള്ളത്. അറിയുന്നില്ല ഈ ഹിരണ്യകശിപു. എന്നിട്ട് എന്ത് ചെയ്യും ഭഗവാന്? ഹിരണ്യകശിപുവിനെ പിടിച്ച് മടിയിൽ ഇങ്ങനെ വെച്ച്, എന്താന്ന് വെച്ചാല് ഭൂമിയിലും പാടില്ല ആകാശത്തും കൊല്ലല്ല എന്നല്ലേ വരം വാങ്ങിച്ചത്. അപ്പൊ എന്ത് ചെയ്യും? മടിയിൽ വെക്കും. എന്നിട്ട് വലിച്ചെടുത്തോണ്ട് പോയിട്ട് ഈ ഡോറിന്റെ അവിടെ കൊണ്ടുപോയി വെക്കും. അവിടെ ഇരുന്നിട്ടാണ് മടിയിൽ വെക്കുന്നത്. എന്ന് വെച്ചാല് വീട്ടിന്റെ അകത്തുമല്ല പുറത്തുമല്ല. അതുപോലെ ഈ ഡോറിന്റെ അവിടെ നമ്മൾ പറയില്ലേ, അതിനെന്താ മലയാളത്തിൽ പറയുന്നതെന്ന് അറിയില്ല, ത്രഷോൾഡ് എന്ന് പറയും ഇംഗ്ലീഷില്. ഈ പഴയ വീടുകളിലൊക്കെ ഡോറിന്റെ താഴെ ഒരു പടി കാണും അല്ലേ? ഡോറെന്ന് പറഞ്ഞാൽ അറിയില്ലേ? വാതിലിന്റെ അവിടെ പടിയില് ഞാനിപ്പം നോക്കാമേ ഇംഗ്ലീഷ് മലയാളം എന്താണ്. അതിർത്തി എന്നാണോ? ഉമ്മറപ്പടി, വാതിലിന്റെ പടി. അപ്പൊ അവിടെ ഇരുത്തി, അവിടെ ഇരുന്നിട്ട് മടിയിൽ വെച്ചിട്ട്, അപ്പൊ വീട്ടിന്റെ അകത്തുമല്ല പുറത്തുമല്ല, മടിയിൽ വെച്ചപ്പം അപ്പൊ നിലത്തുമല്ല ആകാശത്തുമല്ല. എന്നിട്ട് എങ്ങനെയാ കൊല്ലുന്നത്? ഒരു ആയുധവും ഉപയോഗിക്കാതെ നഖം വെച്ച് ഇങ്ങനെ നെഞ്ച് പിളർന്നിട്ട്, എന്നിട്ട് ആ ഹൃദയമൊക്കെ എടുത്തെറിയും. പിന്നെ ഇൻറ്റസ്റ്റൈന്, ആമാശയം എടുത്ത് മാല പോലെ ഇടും. ഹിരണ്യകശിപുവിന്റെ അല്ല, നരസിംഹമൂർത്തി മാല പോലെ ഇടും. എപ്പോഴത്തേക്ക് ബാക്കിയുള്ള അസുരന്മാരെല്ലാം വരും, വാളും എല്ലാ ആയുധങ്ങളും വെച്ച് കൊല്ലാൻ വേണ്ടി. അപ്പൊ അവരെ എല്ലാം കുറേ കൈകളൊക്കെ വന്നിട്ട് എല്ലാരെയും കൊല്ലും. വിത്തിൻ സെക്കൻഡ്സ് കൊല്ലും. അങ്ങനെയാണ് അവരെ എല്ലാം കൊന്നിട്ട്. പിന്നെ അപ്പോഴത്തേക്ക് എല്ലാ ദേവന്മാരും എല്ലാം വരും ഇത് കാണാന്. എന്നിട്ട് ദേവന്മാർക്ക് ഇവരെല്ലാം കൊന്നു കഴിഞ്ഞിട്ടും ദേഷ്യം തീർന്നിട്ടില്ല നരസിംഹ ഭഗവാന്റെ. അപ്പൊ എല്ലാവർക്കും പേടി. ബ്രഹ്മാവിനും ശിവനും ലക്ഷ്മി ദേവിക്ക് പോലും നരസിംഹ ഭഗവാന്റെ അടുത്ത് വരാൻ പേടി. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഉഗ്ര രൂപം അവരാരും ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ പേടി. എന്നിട്ട് പ്രഹ്ലാദനെ പറഞ്ഞു വിടും ഭഗവാനെ തണുപ്പിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ദേഷ്യമൊക്കെ പോകാൻ വേണ്ടി ഈ പ്രഹ്ലാദനെ പറഞ്ഞ് വിടും ഭഗവാന്റെ അടുത്ത്. അപ്പം പ്രഹ്ലാദൻ എന്നിട്ട് കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പം
ആ ദേഷ്യമൊക്കെ മാറി ഭയങ്കര സ്നേഹം തോന്നിയിട്ട് എന്നിട്ട് കൈവച്ച് ഈ പ്രഹ്ലാദനെ അനുഗ്രഹിക്കും. എന്നിട്ട് പ്രഹ്ലാദൻ കുറേ പ്രേയേഴ്സ് ഒക്കെ പറയും. അപ്പൊ ഇത് നമ്മൾക്ക് ഈ ഒരു എന്താ സിംഹം, അതിനെന്താ പറയാ, സിംഹത്തിനെ, ലയണസിനെ എന്ത് പറയും? ഒരു വാക്കുണ്ടോ? പെൺസിംഹം. ആ പെൺസിംഹം ഈ അതിന്റെ തന്നെ കുഞ്ഞുങ്ങളെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും അല്ലെ, അതിന് പാലൊക്കെ കൊടുക്കുന്ന ഭയങ്കര സ്നേഹത്തോടെ കൊടുക്കുമ്പോ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വന്നാല് കണ്ണു വെച്ച് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും അല്ലെ. അതുപോലെയാണ് നരസിംഹദേവന് ഈ ഡെമൺസിനെ, ഈ അസുരന്മാരെയൊക്കെ ഭയങ്കര ആ കണ്ണുകൊണ്ട് അവരെയൊക്കെ ദഹിപ്പിക്കുന്ന പോലെ നോക്കും. പക്ഷേല് പ്രഹ്ലാദന്റെ അടുക്കലോ ഭയങ്കര സ്നേഹത്തിലാണ് നോക്കുന്നത്. അപ്പൊ ഈ സിംഹത്തിനെ അദ്ഭുത സിംഹം എന്ന് പറയും. എന്നുവെച്ചാ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും അദ്ഭുതമാണ്. അത് ഒരു പില്ലറിന്നാണ് ഇറങ്ങി വന്ന്. അത് തന്നെ നോക്കിയാല് ഈ ബാക്കിയുള്ള ഭഗവാന്റെ അവതാരങ്ങളൊക്കെ, ഇപ്പൊ രാമനായാലും കൃഷ്ണനായാലും ഒക്കെ എങ്ങനെയാ? ഹരേ കൃഷ്ണ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ഇന്ദിര? അപ്പൊ ഈ ബാക്കിയുള്ള കൃഷ്ണനും രാമന് എല്ലാ അവതാരങ്ങളും അവര് തീരുമാനിക്കും അല്ലെ, ഏത് അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് അവതരിക്കണം, ഏത് സമയത്ത് വേണം, ഏത് സ്ഥലത്ത് വേണം ജനനം എടുക്കാന്. ഇതെല്ലാം ഭഗവാൻ തീരുമാനിച്ച് അതെല്ലാം ബ്രഹ്മാവിന്റെ അടുക്ക പറയുകയും ചെയ്തു. എന്നിട്ട് പറയും ദേവന്മാരെല്ലാം ഈ സ്ഥലത്ത് നേരത്തെ വരണം എന്നെ സഹായിക്കാന് എന്നൊക്കെ പറയും. അങ്ങനെയാണ് രാമാവതാരത്തില് നിങ്ങള് ദേവന്മാരെല്ലാം മങ്കീസായിട്ട് വരണം എന്നൊക്കെ നേരത്തെ ഭഗവാൻ പറയും. പക്ഷെ ഈ ഒരു അവതാരത്തില് അതിനൊന്നും സമയം കിട്ടിയില്ല. എന്താന്ന് വെച്ചാൽ ആരാണ് തീരുമാനിച്ചത് എപ്പോഴാ വരേണ്ടതെന്ന്? ഹിരണ്യകശിപു. എന്ന് വെച്ചാൽ ഹിരണ്യകശിപു ആണ് തീരുമാനിച്ച. ആ പില്ലറിലുണ്ടോ ഭഗവാൻ എന്ന് ചോദിച്ചു. ഈ തൂണിലുണ്ടോ ഭഗവാൻ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു അടി കൊടുത്തപ്പോ അപ്പൊ തന്നെ ഭഗവാൻ വന്നു അല്ലെ. അപ്പം ഭഗവാന്റെ അമ്മ ആരാണ്? ശരിക്കും ആ തൂണാണ്. നരസിംഹ ഭഗവാന്റെ വന്നത് ആ തൂണിൽ നിന്നാണ്. അപ്പൊ ആ തൂണാണ് ശരിക്കും നരസിംഹ ഭഗവാന്റെ അമ്മ. അപ്പം ഭഗവാന് സ്വന്തം ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ തന്നെ മകനായിട്ട് വരണം എന്ന് പോലുമില്ല. ഹി ക്യാൻ കം ഈവൺ ആസ് ദി സൺ ഓഫ് ഒരു ഇന്നാനിമേറ്റ്, ഒരു ലിവിങ് ബീയിങ് അല്ലാത്തതിൽ നിന്ന് തന്നെ വരും. അത്ര ആണ് ഭഗവാന്റെ ആ കാരുണ്യം, ഈ ഭക്തന്മാരോടുള്ള ആ കാരുണ്യം. അതോ ഒരു സെക്കൻഡ് താമസിച്ചാല് ഹിരണ്യകശിപു മകനെ കൊല്ലും. അതാണ് നിന്റെ ഭഗവാൻ ഈ തൂണിലുണ്ടോ? അപ്പം അടിച്ചപ്പം വന്നില്ല ഭഗവാൻ എന്നുണ്ടായിരുന്നെങ്കിൽ, ഓ നീ പറഞ്ഞതെല്ലാം തെറ്റാണ്, നിന്റെ ഭഗവാൻ എവിടെ വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആ സോഡ് വെച്ച് കൊല്ലാൻ പോകുന്നത് പ്രഹ്ലാദനെയായിരുന്നു അല്ലെ. അപ്പൊ അതാണ് ഭഗവാൻ ഈ നരസിംഹമൂർത്തിയുടെ ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള അവതാരങ്ങളെക്കാട്ടിലും ഒക്കെ വ്യത്യാസമാണ്. ഒരു ഭക്തന് വേണ്ടി മാത്രമാണ് ഭഗവാൻ വന്നത് നരസിംഹമൂർത്തി. ബാക്കി എല്ലാ അവതാരവും കുറേ അസുരന്മാരെ കൊല്ലാനും കുറേ പേർക്ക് വേണ്ടിയാണ് വന്നത്, കുറേ ഭക്തന്മാരെ രക്ഷിക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത്. കുറേ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷെ നരസിംഹ ഭഗവാന് ആകെ പ്രഹ്ലാദനെ രക്ഷിക്കണം എന്നുള്ള
ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം ഭഗവാൻ എത്തുന്നതിന് മുമ്പ് ഭഗവാന്റെ ശബ്ദമായിരുന്നു ആദ്യം വന്നത്. ആ ഒരു അലർച്ചയോടെയാണ് വന്നത്. ആദ്യം ഹിരണ്യകശിപു ഒക്കെ കേട്ടത് ആ അലർച്ചയാണ്. അതിൽ തന്നെ അവരെല്ലാരും പേടിച്ചു. എന്നിട്ട് പിന്നെ ഹിരണ്യകശിപുവിന്റെ അടുക്ക ഫൈറ്റ് ചെയ്ത് എങ്ങനെയാ, ഒരു പാമ്പ് ഒരു എലിയെ പിടിക്കാൻ നേരത്തെ കുറെ കളിച്ചിട്ടൊക്കെ അതിനെ പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഗരുഡൻ ഒരു പാമ്പിനെ പിടിക്കുന്ന പോലെ ആയിരുന്നു ഹിരണ്യകശിപു നരസിംഹദേവൻ ഈ ഹിരണ്യകശിപുവിനെ പിടിച്ചത്. അവനെ കുറെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഹിരണ്യകശിപു വിചാരിച്ചു, എനിക്കിപ്പൊ കൊല്ലാൻ പറ്റുമെന്ന്. വേണമെന്ന് വെച്ചാൽ ഒരു നിമിഷത്തിന്റെ അകം തന്നെ കൊല്ലാനുള്ളതേ ഉള്ളൂ. പക്ഷെ കുറച്ചു നേരമൊക്കെ അയാളുമായിട്ട് കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കൊന്നത്. അപ്പൊ എന്നിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ അലറുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയാവും ഹിരണ്യകശിപുവിന്. എന്നിട്ട് കണ്ണും അങ്ങനെ മുറുക്കെ അടയ്ക്കുമായിരുന്നു. അപ്പൊ അത്രയും ടെറിഫിക് റോറോട് കൂടിയാണ് ഭഗവാൻ ചെയ്തത്. എന്നാൽ ആ റോറ് ഭക്തന്മാർക്ക് അതൊരു ഹരമാണ്. ഈ ഒരു നരസിംഹ പ്രാർത്ഥനയിൽ പറയും ഗർജന്തം ഗാർജയന്തം എന്ന് വെച്ചാൽ ഗർജിക്കുകയും ചെയ്തു, ബാക്കിയുള്ളവരെ ഗർജിക്കുകയും ചെയ്യിപ്പിക്കുന്ന ഭഗവാന് എന്നാണ് അതിൽ പറയുന്നത്. അത് ഭഗവാൻ ഗർജിക്കുമ്പോ പേടി കൊണ്ട് അസുരന്മാർ ഗർജിക്കും. ഡിവോട്ടീസ് ആണെങ്കിലോ ഭഗവാന്റെ ഗ്ലോറീസ് പറഞ്ഞ്, ഭഗവാന്റെ മഹത്വങ്ങൾ പറഞ്ഞ് അവര് അലേറി, അതുപോലെ ഹരേ കൃഷ്ണ എന്ന് അലേറി പറയും. അത്ര ആഹ്ലാദത്തോടെ അവര് പറയും. അതാണ് ഭഗവാന്റെ ഈ ശബ്ദം. ഭയങ്കര അലറിയ ശബ്ദമായിരുന്നു. അത് ഒരു സിംഹത്തിന്റെ ശബ്ദവുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഹിരണ്യകശിപുവിനൊക്കെ സിംഹത്തിന്റെ ശബ്ദം കേട്ടാൽ അറിയാലോ. പക്ഷെ നരസിംഹ ഭഗവാന്റെ ശബ്ദം ഒരു ലയണിന്റെ ശബ്ദവുമല്ലായിരുന്നു, മനുഷ്യന്റെ ശബ്ദവുമല്ല. ഒരു അത്ഭുത ശബ്ദമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ രൂപം ഒരു ആണ് സിംഹത്തിന്റെ പോലെ ഇങ്ങനെ മുടിയൊക്കെ ഉള്ള, അതിന് മെയിൻ എന്ന് പറയല്ലേ, സിംഹത്തിന്റെ മുടിയില്ലേ. ആണ് സിംഹങ്ങൾക്ക് ഇങ്ങനെ മുടി ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ മുടിയും ഒക്കെ ആയിട്ട് ഉള്ള രൂപമായിരുന്നു. എന്നിട്ട് കൈ പറയുന്നത് താമരപ്പൂ പോലത്തെ ഇത് എന്താ പറയാ, പാമ്പിനെന്താ മലയാളം? കൈ ഉള്ളം കയ്യ് താമരപ്പൂ പോലെയാ, എന്നാ നഖവുമുണ്ട്. അപ്പൊ അത് തന്നെ ഒരു കോൺട്രാസ്റ്റ് അല്ലേ. ഒരു ലോട്ടസ് പോലത്തെ കൈ, അത്രയും സോഫ്റ്റ് ആയ കയ്യില് നഖം ഭയങ്കര, അതോ ചെറിയ നഖമൊന്നുമല്ല, ഒരു ഹിരണ്യകശിപുവിനെ പോലത്തെ ഒരു സ്ട്രോങ് ഒരു അസുരനെ കീറിപ്പറിക്കാനുള്ള പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള നഖമായിരുന്നു ഉള്ളത്. പിന്നെയോ അപ്പൊ ഹിരണ്യകശിപു നരസിംഹദേവനെ കാണുമ്പോഴ് ഇത് എന്തോ മാജിക് ഒക്കെ കാണിക്കുന്നതാ, ആ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. ഭഗവാന്റെ ആ എന്താ ശക്തിയും ആ പവർ മനസ്സിലാക്കിയില്ല ഹിരണ്യകശിപു. അതുപോലെയാണ് നമ്മൾ ഈ നോൺ ഡിവോട്ടീസിന്, ഭക്തന്മാരല്ലാത്തവർക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ല. അവര് കണ്ടാലും, മുൻപിൽ കണ്ടാൽ പോലും അവർക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കില്ല. നമ്മൾ പറഞ്ഞു അല്ലേ, ദുര്യോധനന്റെ കഥയും പിന്നെ ശിശുപാലന്റെ കഥയും
അതിലൊക്കെ അവരെല്ലാം കണ്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പം അവരെല്ലാം ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരെല്ലാം കൃഷ്ണനെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരുന്നവരാ. പക്ഷേ കൃഷ്ണൻ ഇത്രയും വലിയ മഹത്വമുള്ള ഒരു ഭഗവാനാണ്, എല്ലാ സൃഷ്ടിച്ച ഭഗവാനാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഭഗവാനെ കാണുന്നതിനെക്കാട്ടിലും ഭഗവാനെ ഭക്തിയോടെ ഭഗവാനെ മനസ്സിലാക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഭഗവാനെ കാണുന്നില്ല, പക്ഷേ ആ തിരുനാമങ്ങൾ കൊണ്ട് നമ്മൾ ജപിച്ച് എല്ലാ ദിവസവും ജപിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഭഗവാന് മൂന്ന് കണ്ണുണ്ടെന്നാണ് പറയുന്നത്. ചില വിഗ്രഹങ്ങളൊക്കെ നരസിംഹമൂർത്തിയുടെ വിഗ്രഹങ്ങൾ കണ്ടാൽ അതിൽ 3 കണ്ണുകളുണ്ട്. അത് ഒന്ന് സൂര്യന്, ഒന്ന് ചന്ദ്രന്, ഒന്ന് അഗ്നി എന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിലെ കണ്ണ് സൂര്യന്, ലെഫ്റ്റ് സൈഡിലെ കണ്ണ് ചന്ദ്രന്, നെറ്റിയിലുള്ള കണ്ണ് അഗ്നിയുമാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാല് സൂര്യന് നമുക്ക് നോളജ്, ജ്ഞാനം തരുന്നു. പിന്നെ ധനം തരും. പിന്നെ ആരോഗ്യം തരുന്നത്, നമ്മളുടെ ആഹാരം തരുന്നത്, ഇതെല്ലാമാണ് ഈ സൂര്യൻ തരുന്നത് നമുക്ക്. എന്നാ ചന്ദ്രൻ തരുന്നത് നല്ല പശുക്കളെയും കുതിരകളെ, പിന്നെ നല്ല മക്കളെ തരുന്നതൊക്കെ ചന്ദ്രനാണ്. അഗ്നിയാണെങ്കിൽ നമ്മളുടെ പാപങ്ങളെയൊക്കെ കരിച്ചു കളഞ്ഞിട്ട് നമ്മളെ മുക്തിക്ക്, നമ്മളെ ആ പാത്ത് ടു ലിബറേഷൻ നമുക്ക് തരുന്നു. അപ്പൊ ഈ നരസിംഹ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ജ്ഞാനം ഉണ്ടാകും, പിന്നെ ധനം, നല്ല ആരോഗ്യം, നല്ല അന്നം നമുക്ക് കിട്ടുന്നത്, പിന്നെ പാല്, നല്ല മക്കളെ കിട്ടും, പിന്നെ നമ്മളുടെ പാപങ്ങളൊക്കെ ഹനിച്ചു കളയും, എന്നിട്ട് നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം നരസിംഹ ഭഗവാൻ പിന്നെ ഹിരണ്യകശിപുവിനെ മടിയിൽ വെച്ചിട്ട്, അപ്പൊ കാലും കയ്യും ഒക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് ഹിരണ്യകശിപു. അപ്പൊ ഒരു കൈ കൊണ്ട് കാലും കൈയും ഒക്കെ പിടിച്ചു വെച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പൊ ജസ്റ്റ് ലൈക്ക് നമ്മൾ കൊച്ചു കുട്ടികള് ഈ അവർക്ക് സുഖമില്ലാത്തപ്പോ മരുന്ന് കൊടുക്കണമെങ്കിൽ അവര് സമ്മതിക്കില്ല, അവരിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആക്കി അവര് വേണ്ടാന്ന് പറയൂ അല്ലെ. അപ്പൊ അമ്മമാരെന്ത് ചെയ്യും? മടിയിലിരുത്തി കയ്യും കാലും പിടിച്ചു വെച്ചിട്ട് എന്നിട്ട് വായിലോട്ട് ഒഴിച്ചു കൊടുക്കും മരുന്ന് അല്ലെ. അതുപോലെ നരസിംഹമൂർത്തിയും ഹിരണ്യകശിപുവിനെ മടി വെച്ചിട്ട് ആ പാപങ്ങളെല്ലാം മാറ്റും. ഇപ്പം ഭഗവാന്റെ നമ്മൾക്ക് ദൃഷ്ടി നമ്മളുടെ മേത്ത് വന്നാല് നമ്മളുടെ എല്ലാ പാപങ്ങളും മാറും. അങ്ങനെയാണ് നമ്മള് കുരുക്ഷേത്ര വാറിലും ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ സൈഡിലാണല്ലോ. അപ്പൊ കൗരവരുടെ സൈഡിൽ ഇരുന്നവരെല്ലാം കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഫൈറ്റ് ചെയ്യുമ്പം. അപ്പൊ അവര് മരിക്കുമ്പം കൃഷ്ണനെ കണ്ടോണ്ടാണ് അവര് മരിക്കുന്നത്. അപ്പൊ അങ്ങനെ മരിച്ചവരെല്ലാവരും സ്വർഗത്ത് പോയി. എന്തുകൊണ്ടാണ്? കൃഷ്ണനെ കണ്ട് മരിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ 8.5 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണലോകത്തെത്തുന്നു. അതുപോലെ കൃഷ്ണനെ കണ്ടുകൊണ്ട് മരിച്ചാലും നമ്മൾ കൃഷ്ണലോകത്തെത്തുന്നു. അതുപോലെ തന്നെയാണ് ഹിരണ്യകശിപുവിന് ഭഗവാന് ശരിക്കും ഈ അസുരന്മാരെ കൊല്ലുന്നത് കൊണ്ട് അവർക്കൊക്കെ നല്ലതാണ് വരുന്നത്.
എന്താന്ന് വെച്ചാൽ അല്ലായിരുന്നെങ്കിൽ ഇവർ ഇത്രയും തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്തത് കാരണം അവര് ശരിക്കും പോകേണ്ടത് ഹെല്ലിലാണ്, നരകത്തിൽ പോകേണ്ടവരാണ് അല്ലെ. പക്ഷേ ഭഗവാൻ കൊന്നത് കാരണം അവർക്കൊക്കെ മുക്തി കിട്ടി. അപ്പം ഭഗവാന് ഭക്തന്മാരെയും അഭക്തന്മാരെയും ഒരേപോലെയാണ് കാണുന്നത്. അവര് ഒരു അഭക്തനെ കൊല്ലുകയാണെങ്കിൽ ഭഗവാന്റെ കൈകൊണ്ട് അവര് മരിച്ചാല് അവരും സ്വർഗത്തിൽ തന്നെ പോകും. ഭക്തന്മാരും ഭഗവാന്റെ അടുത്ത് തന്നെ പോകും. അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ആൺസിംഹം എന്ന് പറഞ്ഞ ശരിക്കും ഭയങ്കര ലേസിയാണ്. ലേസി എന്ന് വെച്ചാൽ മടിയന്മാരാണ്. ശരിക്കും ഈ സിംഹങ്ങൾ ഒരു പണിയും ചെയ്യില്ല, അവര് ചുമ്മാ ഇങ്ങനെ കിടക്കുകയുള്ളൂ. പെൺസിംഹമാണ് പോയി ഇരയൊക്കെ എന്തെങ്കിലും ഇരയൊക്കെ കൊന്നിട്ട് ആ ഇത് കൊണ്ടുവന്ന് ആൺ സിംഹത്തിന് കൊണ്ടു കൊടുക്കും. അപ്പൊ ആ ആൺസിംഹം എന്ത് ചെയ്യും, അതിന്റെ ഒരു 1/4 ഭാഗം അത് തിന്നും, എന്നിട്ട് കുറച്ച് ഭാഗം ഭാര്യയ്ക്ക് ആ പെൺസിംഹത്തിന് കൊടുക്കും. അതുപോലെ പെൺസിംഹമാണ് കുഞ്ഞുങ്ങളെ എല്ലാം നോക്കുന്നത്, അല്ലാതെ ആൺസിംഹം ഒന്നും ചെയ്യില്ല. പക്ഷെ ഈ നരസിംഹമൂർത്തിയാണെങ്കിൽ ആൺസിംഹത്തിന്റെ വേഷമായിരുന്നെങ്കിലും നല്ല ചുറുചുറുപ്പോടെ എല്ലാ ഡിമൺസിനെയും കൊന്ന് എന്നിട്ട് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ആൺസിംഹത്തിന്റെ രൂപമായിരുന്നെങ്കിലും പെൺസിംഹത്തിന്റെ പവറും അതുപോലെയായിരുന്നു പ്രവർത്തിച്ചതും. ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായോ ഈ ഇത് നരസിംഹ ഭഗവാനെ കുറിച്ച്? ശരിക്കും ഈ ഭക്തന്മാര് എന്ത് വിഘ്നങ്ങൾ വന്ന എല്ലാ കാര്യത്തിനും എല്ലാ തടസ്സങ്ങളും മാറ്റാൻ വേണ്ടി നരസിംഹമൂർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഗണപതിയെ അല്ല. ശരിക്കും പറയുന്നത് ഗണപതി ഈ വിഘ്നങ്ങൾ മാറ്റാനുള്ള അനുഗ്രഹം കൊടുക്കുന്നത് നരസിംഹമൂർത്തിയാണ്. നരസിംഹമൂർത്തിയാണ് ഗണപതിക്ക് അങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നത്, എല്ലാവരുടെയും വിഘ്നങ്ങൾ മാറ്റാൻ. ഇപ്പം ഭക്തന്മാരെപ്പോഴും നരസിംഹമൂർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കിവിടെ നിർത്താം. 9:10 വാഞ്ചാകൽപതരൂർഭശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാളെയാണ് നരസിംഹ ജയന്തി. അപ്പോഴ് എല്ലാവരും സാധാരണ വൈകുന്നേരം, രാത്രിയിലും അല്ല പകലും അല്ല അല്ലേ, വൈകുന്നേര സമയത്താണ്, സന്ധ്യ സമയത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത്. അത് കാരണം സന്ധ്യ സമയം വരെയും എല്ലാവരും ഒന്നും കഴിക്കില്ല, ഫാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റാത്തവര് ഏകാദശി പ്രസാദം കഴിക്കും. എന്ന് വെച്ചാൽ ഗ്രെയിൻസ് ഒന്നും കഴിക്കാൻ പാടില്ല, അരി ഗോതമ്പ് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ പയർ വർഗ്ഗങ്ങള് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ചാമയുടെ ചോറ് കഴിക്കാം, പിന്നെ ചൗവരി, പിന്നെ കപ്പ, അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ പാടുള്ളൂ.
വൈകുന്നേരം വരെ. അപ്പം ഒന്നും നിങ്ങൾ അതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോൺ വെജ് ഒന്നും കഴിക്കില്ല നാളെ. ഹരേ കൃഷ്ണ. നോൺ വെജ് കഴിക്കുന്നവര് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നിർത്തിയേക്കട്ടെ. ഹരേ കൃഷ്ണ.